ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുകയാണ്. 2026 എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പിയാണെന്ന് വിചാരിക്കുകയാണ്. 2026 വളരെ നല്ലതാണെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ കുറേ ഗോൾസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായല്ലോ 2026. എങ്ങനെയാണ് അതൊക്കെ നടപ്പിലാക്കി വരുന്നുണ്ടോ? അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടോ എല്ലാവരും? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു മെഡിറ്റേഷനെ പറ്റി പറയാനാണ്. അതാണ് ചക്ര മെഡിറ്റേഷൻ. ഞാൻ മോട്ടിവേഷൻ ക്ലാസ് ഇടുന്നതോടൊപ്പം തന്നെ കൗൺസിലിംഗ് ചെയ്യുന്നതോടൊപ്പം എല്ലാവർക്കും ഞാൻ മെഡിറ്റേഷൻ നിർദ്ദേശിക്കാറുണ്ട്. 10 മിനിറ്റ്സ് പ്രാണായാമം ചെയ്യാനും പറയാറുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഗുണകരമെന്ന് തോന്നിയതുമായിട്ടുള്ള മെഡിറ്റേഷനാണ് ചക്ര മെഡിറ്റേഷൻ. അപ്പോൾ ഈ ചക്ര മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാമെന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ശരീരത്തിൽ എനർജി ഇംബാലൻസ് ആയി കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് കൂടുതലും പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ എനർജിയെ ബാലൻസിലേക്ക് കൊണ്ടുവരണം. അതിന് ഏറ്റവും ബെസ്റ്റാണ് ചക്ര മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പറയുന്നത് 6 ചക്രങ്ങളെ പറ്റിയും 7ാമത്തേത് സഹസ്രാരത്തിനെയും പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചക്ര മെഡിറ്റേഷനെ പറ്റി അറിയാൻ കഴിയും. അത് ഒരു ചാനലിൽ ഉള്ള വീഡിയോസ് കണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്യരുത്, ഒരു ഗൈഡറുടെ സഹായത്തോടു കൂടി ചെയ്യരുത്. നിങ്ങളത് കുറേ പ്രാവശ്യം വീഡിയോ കണ്ട് ബൈഹാർട്ട് ചെയ്തിട്ട് സ്വയം പഠിക്കുക എന്നുള്ളതാണ്. വളരെ കുറച്ച് നേരം ചെയ്താൽ മതി. ബൈഹാർട്ട് എടുത്തിട്ട് നിങ്ങളത് ചെയ്ത് നോക്കുക. വളരെ മാറ്റം വരും നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിനും, അതുപോലെ തന്നെ കരിയർ പരമായിട്ടുള്ള വിജയത്തിനും, അതുപോലെ തന്നെ ജീവിത വിജയത്തിനും എല്ലാം ചക്ര മെഡിറ്റേഷൻ സഹായിക്കും. അപ്പോൾ നിങ്ങളിത് എങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങളുടെ ഓരോ ചക്രത്തിൻ്റെയും പൊസിഷനിൽ നിങ്ങൾ മനസ്സ് അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ദൈവത്തെ മനസ്സിൽ ഓർത്തുകൊണ്ടും ഇഷ്ടപ്പെട്ട കളറിൽ ഒരു താമരയെ നിങ്ങൾ സങ്കല്പിക്കുക എന്നുള്ളതാണ്. ആ താമരയെ സങ്കല്പിച്ചുകൊണ്ട് ഓരോ പൊസിഷനിലും ഇഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ മുഖം ഓർത്തുകൊണ്ടും നിങ്ങൾ ചാറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യുമ്പോൾ നിങ്ങൾ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾ തിരക്കിട്ട് ചെയ്യരുത്. നിങ്ങളുടെ ബോഡി വീക്കായിരിക്കുമ്പോഴും ചെയ്യരുത്. നിങ്ങൾ നല്ലൊരു എനർജി വൈബ്രേഷനിലിരിക്കുമ്പോൾ, സന്തോഷമായിട്ടിരിക്കുമ്പോൾ, ശാന്തമായിട്ടിരിക്കുമ്പോഴാണ് ഈ മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വളരെയധികം മാറ്റം വരും ഈ ചക്ര മെഡിറ്റേഷൻ കൊണ്ട്. നിങ്ങളുടെ കരിയറിലായാലും ലൈഫിലായാലും എല്ലാം മാറ്റം വരും എന്നുള്ളതാണ്. ബോഡി ഒരു എനർജി ബേസിൽ വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മെഡിറ്റേഷൻ തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഫലം കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. പക്ഷേ യൂട്യൂബിൽ വീഡിയോ കണ്ട് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് വേണം ചെയ്യാൻ. ഞാൻ തൽക്കാലം ഈ ചക്ര മെഡിറ്റേഷനെ പറ്റി ഒരു അവലോകനം നിങ്ങൾക്ക് തന്നെന്ന് മാത്രമേ ഉള്ളൂ. യൂട്യൂബ് ചാനലിൽ കയറി വീഡിയോ കണ്ട് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് വേണം നിങ്ങളത് ചെയ്യാനായിട്ട്. താങ്ക് യു.